രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി വലിയ പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് ബി.ജെ.പി. നേതാക്കന്മാർ. ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് പല നേതാക്കന്മാരുടെ പേരും കേരളത്തിൽ നിന്ന് ഉയർന്നു വരികയും പടലപ്പിണക്കങ്ങൾ രൂക്ഷമാകുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് അവസാനം എത്തിച്ചേർന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതോടുകൂടി ആർക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവുക, അല്ലെങ്കിൽ ആർക്കാണ് നേട്ടമുണ്ടാകുക എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവിനെ പറ്റി ബിഗ് ബോസ് താരമായ അഖിൽ മാരാറിൻ്റെ ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. ഇതാദ്യമായാണ് സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത ഒരാളെ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം കൊണ്ടുവരുന്നത്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇനിയും പിടികിട്ടാത്ത വോട്ടുകൾ രാജീവിലൂടെ നേടിയെടുക്കുകയാണ് ലക്ഷ്യം. ഉയർന്ന ജാതിയിൽപ്പെട്ട കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളാണ് രാജീവിലൂടെ ബി.ജെ.പി. സ്വപ്നം കാണുന്നത്. യുവാക്കളെ ആകർഷിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതിനിടെ ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് എങ്ങനെയാണ് കോൺഗ്രസിന് തിരിച്ചടിയാകുക എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: കോൺഗ്രസിന്റെ ശവക്കല്ലറയിലേക്ക് ബി.ജെ.പി. അടിക്കുന്ന അവസാനത്തെ ആണിയായി രാജീവ് ചന്ദ്രശേഖർ മാറാതിരിക്കട്ടെ. പൊതുവെ ദുർബല ഇപ്പോൾ ഗർഭിണിയും എന്ന ഒരു ചൊല്ലു പോലെയാണ് നിലവിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള അപകടം എന്നും എങ്ങനെ ഇതിനെ നേരിടണമെന്നും പറയാം. രാഷ്ട്രീയം എന്നത് പൂർണ്ണമായും ഒരു ബിസിനസ് ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അത് പ്രാവർത്തികമാക്കിയതും ബി.ജെ.പി. ആണ്. പിന്നീട് മനസ്സിലാക്കിയത് പിണറായി വിജയനിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ബി.ജെ.പിയുടെ ഈ കോർപ്പറേറ്റ് നീക്കമാണ് അവരെ തുടർച്ചയായി ജയിപ്പിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഏത് രീതിയിലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാം. വർഗീയത പോലും ഏതൊക്കെ സ്ഥലത്താണ് വർക്കാവുക എന്നും അവർക്കറിയാം. ബി.ജെ.പി. വർഗീയ പാർട്ടി അല്ല, മറിച്ച് വർഗീയത ജയത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോർപ്പറേറ്റ് പാർട്ടി. അവിടെയാണ് കേരളത്തിൽ ബി.ജെ.പി. മുൻപോട്ട് വയ്ക്കുന്ന വർഗീയതയ്ക്ക് സ്കോപ്പില്ല എന്നവർ മനസ്സിലാക്കുന്നത്. ഇവിടെ തമ്മിലടിച്ച് പാരപണിഞ്ഞ് മുൻപോട്ട് പോകുന്ന നേതാക്കളെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത്. രാജീവ് വരുന്നതിൽ ഈ നേതാക്കൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല, തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടിയില്ലല്ലോ എന്ന ആശ്വാസത്തിൽ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുകയാണ് അവർ. വളരെ പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇന്നലകളിൽ ബി.ജെ.പിയിൽ നിന്നും അകന്നുപോയി ഉന്നത ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളെ തിരികെ കൊണ്ടുവരും. പുതുതലമുറയെ ആകർഷിക്കുവാൻ ശേഷിയുള്ള യുവാക്കളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും. പൊതുവെ യാതൊരു സ്വാർത്ഥ മനോഭാവവും ഇല്ലാത്ത RSS പ്രവർത്തകർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 നിയോജക മണ്ഡലത്തിൽ താമര ചിഹ്നം ഒന്നാമത് വന്നു. അവിടെ അതുറപ്പിക്കുകയാവും രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം. പൂർണ്ണമായും ഒരു കമ്പനിയുടെ CEO ആയി ഒരാൾ മാറുകയും അയാളുടെ പ്ലാനുകൾ നടപ്പിലാക്കുക, വിവിധ ജോലിയിൽ പാർട്ടി നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ജയിക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും ബി.ജെ.പി. പ്രവർത്തകരും പോകും. ചില മണ്ഡലങ്ങളിൽ ജയസാധ്യത UDFും ബി.ജെ.പിയും തമ്മിൽ വന്നാൽ ഇടത് വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. ഇടതിൻ്റെ ലക്ഷ്യം അധികാരം തുടരണമെന്നും ബി.ജെ.പിയുടെ ലക്ഷ്യം കോൺഗ്രസിൻ്റെ പതനമായതിനാൽ ഇവർ ഒന്നിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. പൊതുവെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന രാഷ്ട്രീയ വിരോധം രാജീവ് ചന്ദ്രശേഖരനോട് തോന്നില്ല. താഴെത്തട്ടിലെ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ അറിയാൻ അതിനാണ് സംഘടന ഉള്ളത്. നയിക്കുന്നവന് ബുദ്ധിയും തന്ത്രവും ഭാഷയും ആശയവും അത് നടപ്പിലാക്കുവാനുള്ള ശേഷിയും മതി. അല്ലാതെ ഇനിയുള്ള കാലം റോഡിലിറങ്ങി കോമാളി കളിക്കണമെന്നില്ല. ജനങ്ങളെ ദ്രോഹിച്ചും ബുദ്ധിമുട്ടിച്ചുമല്ല ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യേണ്ടത്. അത് മറിച്ച് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ സമാധാനമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കലാണ് രാഷ്ട്രീയം. ഇവിടെയാണ് ഏത് താരതമ്യത്തിലും ബി.ജെ.പിയുമായി കോൺഗ്രസ് സമ്പൂജ്യമാകുന്നത്. ഒന്നാമത് ഞമ്മക്ക് അല്ലെങ്കിൽ ഞമ്മൻ്റെ ആൾക്കാർക്ക് എന്ന മനോഭാവം, മാറിയ രാഷ്ട്രീയവും ജനങ്ങളുടെ ചിന്തയും മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നതിലുള്ള അപജയം പുതുതലമുറയും സ്ത്രീകളും ഒന്നും ഒരിക്കൽ പോലും ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത ഗാന്ധിയൻ സിദ്ധാന്തങ്ങളുടെ ആവർത്തനവും ചരിത്ര പ്രസംഗങ്ങളും ആരെയും ആകർഷിക്കുവാൻ കഴിയാത്ത നേതാക്കൾ, അധികാരമോഹം കൊണ്ട് നിലനിൽപ്പ് മറന്നുപോയ നേതാക്കൾ, യാതൊരു പ്രയോജനവുമില്ലാത്ത ഘടകകക്ഷികൾക്ക് ദാനം നൽകിയ സീറ്റുകൾ, അതിനേക്കാളുപരി എതിരാളിയുടെ ആയുധം എന്തെന്ന് മനസ്സിലാക്കാതെയുള്ള പോരാട്ടം. അതായത് നമ്മൾ എതിരാളിയെ ഒരു കാലത്ത് പരസ്പരം അടിച്ചു നേരിട്ടപ്പോൾ കൈകൊണ്ട് തല്ലി ജയിച്ചു. അപ്പോഴാണ് അവൻ വടിയെടുത്തത്. നമ്മൾ വടിയെടുത്തു, തിരിച്ചടിച്ചു ജയിച്ചു. അവൻ വടിമാറ്റി വാളാക്കി. നമ്മൾ ഇപ്പോഴും വടികൊണ്ട് നേരിട്ടു, അവർ വാള് മാറ്റി തോക്കാക്കി. നമ്മൾ വടിമാറ്റിയില്ല, കാരണം നമുക്ക് ആദർശമുണ്ട്. ആരെയും കൊല്ലുന്ന ആയുധം പാടില്ല. അവൻ നമ്മുടെ ഓരോരുത്തരെയും വെടിവെച്ച് കൊന്നു. യുവാക്കൾ പറഞ്ഞു, നമുക്ക് വാൾ വേണം, തോക്കുണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കാം.
അപ്പോഴും ഉപദേശം വന്നു, വഴി നമ്മുടെ ആശയമാണ്, അത് മാറ്റരുത്. എതിരാളി AK-47 എടുത്തു, അപ്പോഴും നമ്മൾ വഴി മാറ്റിയില്ല. അതുകൊണ്ട് ജയിക്കണമെങ്കിൽ ആയുധം വേണം. ഏത് ആയുധം വേണമെന്ന് എതിരാളിയുടെ ആയുധം മനസ്സിലാക്കി തീരുമാനിക്കണം. അതിന് ആദ്യം ബോധം വേണം. ഇപ്പോഴുള്ളവരെ കുറിച്ച് കരുതൽ വേണം. പോരാടുവാനുള്ള ആത്മവിശ്വാസം വേണം. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കാം, തള്ളിക്കളയാം. രണ്ടായാലും എനിക്ക് സന്തോഷം. ഇനിയുള്ള ഒരു വർഷം മാത്രം, ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ചരിത്രം പറഞ്ഞു ജീവിക്കാം. അഖിൽ മാരാർ ഇങ്ങനെ ആ കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. സാമൂഹ്യ നന്മ എന്ന രീതിയിൽ മാത്രം ഉറച്ചു നിൽക്കാതെ രാഷ്ട്രീയപരമായ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നുകൂടുവാൻ ശ്രമിച്ചില്ല എങ്കിൽ BJP വീണ്ടും ആയുധത്തിന് മൂർച്ച കൂട്ടി ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരിച്ചുകൊണ്ടേയിരിക്കുമെന്ന ഒരു ആശയം മുൻപോട്ട് വയ്ക്കുകയാണ് അഖിൽ മാരാർ.